കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 26-ാം തീയതി വ്യാഴാഴ്ച. അന്ന് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ആണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി നമ്മൾ ശ്രീരാമ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. ശ്രീരാമചന്ദ്രൻ്റെ അവതാര കഥ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും അത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവതാര കഥ കേൾക്കണം. അതുകൂടാതെ അഷ്ടമിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാളത്തെ ദിവസത്തെ വെളുപ്പിനെയുള്ള അഷ്ടമി. ആ കഥ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ആ കഥ കൂടി കേട്ടിട്ട് വേണം ഇന്ന് നിങ്ങൾ ഉറങ്ങാനായിട്ട്. കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ രണ്ട് കഥകൾക്കും. ഇതുകൂടാതെ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്നാണ് താരാ ജയന്തി. ആരാണ് താരാദേവി? ദശമഹാവിദ്യകളിൽ രണ്ടാമത്തെ ദേവിയാണ് താരാദേവി. ഈ ദേവതയെ ആദ്യമായി ഉപാസിച്ചത് വസിഷ്ഠ മഹർഷിയാണ്. മേരുപർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ചോള നദിയുടെ തീരത്താണ് ഭഗവതി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് വിശ്വാസം. ബീഹാറിലെ മഹിഷി എന്ന ഗ്രാമത്തിൽ താരാദേവിക്ക് ശക്തിപീഠമുണ്ട്. വളരെ ശ്രേഷ്ഠയായ, ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന, എന്നാൽ ഉഗ്രമൂർത്തി എന്ന് തോന്നിപ്പിക്കുന്ന ഭഗവതിയാണ് താരാദേവി. ദേവി സുന്ദരിയാണ്. എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ഭഗവതിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന എന്തോ ഒരു എനർജി. നമ്മൾ പലപ്പോഴും പറയും, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ജീവിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റൂ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എനിക്ക് ജീവിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തരുന്ന ഒരു അഗ്നിയുണ്ട്. ഈ ഒരു അഗ്നി കെടുമ്പോഴാണ് പലരും ഡിപ്രഷനിലേക്ക് പോകുന്നത്, ആത്മഹത്യയിലേക്ക് പോകുന്നത്, ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അഗ്നി കെടാതെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ആ ഒരു അഗ്നിയുടെ ദേവതയാണ്, ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു അഗ്നിയുടെ ദേവതയാണ് താരാദേവി. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുമ്പോട്ട് ജീവിക്കുവാൻ നമുക്ക് കരുത്ത് പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണ് താരാദേവി. അറിവും മോക്ഷവും ദേവി പ്രദാനം ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയൊരു ശക്തിയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകും. ചിലർക്ക് വലുതായിരിക്കാം, ചിലർക്ക് ചെറുതായിരിക്കാം. എങ്കിലും പ്രതിസന്ധികളില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. ആ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോയാൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ താരാദേവിയെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. സരസ്വതീ ദേവിയുടെ ഉഗ്ര രൂപമാണ് താരാദേവി. അതുകൊണ്ട് തന്നെ നീല സരസ്വതി എന്ന് അറിയപ്പെടുന്നു, ഉഗ്രതാര എന്നും അറിയപ്പെടുന്നു. ദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. ഒരു കൈയിൽ തലയോട്ടി, അടുത്ത കൈയിൽ കത്രിക, വാള്, അതുപോലെ താമര, ഇവയൊക്കെ പിടിച്ചുകൊണ്ടാണ് ദേവി നിൽക്കുന്നത്. അതുപോലെ കാളി ദേവിയെ പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും. കാളിക്ക് കറുത്ത നിറമാണെങ്കിൽ താരയ്ക്ക് നീല നിറമാണ്. നാക്കൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഉഗ്രരൂപിണിയായിട്ടാണ് നമ്മൾ താരയെ കാണുന്നത്. പാലാഴി മഥന സമയത്ത് വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുകയും ആ വിഷം പരമശിവൻ ഭക്ഷിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അതിനുശേഷം ഭഗവാൻ മയങ്ങി എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദുർഗാ ഭഗവതി താരാദേവിയായി അവതരിച്ചു എന്നും പരമശിവന് ഈ വിഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനു വേണ്ടി
പരമശിവനെ മടിയിൽ കിടത്തി മുലപ്പാൽ നൽകി എന്നും ചില പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ശിവൻ്റെ മാതൃഭാവത്തിലേക്ക്, മാതൃരൂപത്തിലേക്ക്, ആ ഒരു സ്ഥാനത്തിലേക്കും താരാദേവി ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് കാണുമ്പോൾ ഉഗ്രരൂപിണിയായി തോന്നുന്നു എങ്കിലും അമ്മയാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കാളീദേവിയെ നമ്മൾ ഉഗ്രരൂപിണിയായി കാണുന്നു എങ്കിലും ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് താരാദേവി. ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ, ആരാണോ ദേവിയെ ഉപാസിക്കുന്നത് അവന് എപ്പോഴും സംരക്ഷണം കൊടുത്തുകൊണ്ട് ഭഗവതി കൂടെ ഉണ്ടാകും എന്നാണ് വിശ്വാസം. നമ്മൾ പലപ്പോഴും പറയും, ചില ആളുകളുടെ പെരുമാറ്റം വളരെ രൂക്ഷമാണ്, പേടി വരും അവരെ കണ്ടാൽ. പക്ഷേ അടുത്ത് കഴിയുമ്പോഴാണ് അവർ വളരെ ശുദ്ധരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഭദ്രകാളിയുടെയും താരാദേവിയുടെയും ഒക്കെ കാര്യം. മാതൃഭാവമാണ്, പക്ഷേ കണ്ടാൽ ഉഗ്രരൂപത്തിലിരിക്കും. കൃത്യമായ ഒരു ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് മാത്രമേ താരാദേവിയെ ഉപാസിക്കുവാൻ പാടുള്ളൂ. താരാദേവിയുടെ നാമങ്ങൾ ആർത്തവ സമയത്തോ പുലയും ബാലായ്മയും ഉള്ള സമയത്തോ ഒന്നും തന്നെ നമ്മൾ ജപിക്കാൻ പാടുള്ളതല്ല. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉള്ള സമയത്ത് മാത്രമേ താരാദേവിയുടെ പ്രാർത്ഥനകൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കാരണം ഉഗ്രരൂപിണിയാണ്. ദശമഹാവിദ്യകളിൽ 2ാം സ്ഥാനത്തുള്ളതാണ് ഭഗവതി. കൃത്യമായ ഉപാസനാ രീതികൾ ഉണ്ട്. ധാരാളം ആളുകൾ താരാദേവിയെ ഉപാസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീവിദ്യ ഉപാസകര് എല്ലാം തന്നെ താരാദേവിയെ ഉപാസിക്കാറുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പറയും, മാന്ത്രികരാണ്, അവരുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലിക്കും എന്ന് പറയുന്നത്. കാരണം താരാദേവിയുടെ ഒരു സാന്നിധ്യം, ദേവിയുടെ ഒരു അനുഗ്രഹം അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. താരാദേവിയെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ചൈതന്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവർക്ക് എന്തു കാര്യവും നിഷ്പ്രയാസം നേടാനായിട്ട് സാധിക്കും. സരസ്വതി ദേവിയുടെ ഉഗ്രരൂപമാണ്, നീല നിറമാണ്. അതുകൊണ്ട് തന്നെ അറിവും മോക്ഷവും നൽകുന്നുണ്ട്. ഹിന്ദുമതസ്ഥർ മാത്രമല്ല, ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളും താരാദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഉപാസനാ രൂപത്തിൽ താരാദേവിയെ ഉപാസിക്കണമെങ്കിൽ കൃത്യമായ, അതും ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മാത്രമേ പാടുള്ളൂ. ഓം താരായൈ നമ എന്ന് നമുക്ക് ജപിക്കാം. അതിന് ഗുരു ഉപദേശമൊന്നും ആവശ്യമില്ല. ഭഗവതിയെ തന്നെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അമാവാസി ദിവസങ്ങളിലുമൊക്കെ തന്നെ ഓം താരായൈ നമ എന്ന് നമുക്ക് ജപിക്കാം. അല്ലെങ്കിൽ ഓം നീലവാഹിന്യൈ നമ എന്ന് നമുക്ക് ജപിക്കാം. ഈ 2 നാമങ്ങളും 108, 1008 തവണ ഒക്കെ വെച്ച് നമുക്ക് ജപിക്കാവുന്നതാണ്. ഈ നാമങ്ങൾ ജപിക്കുന്നതിന് ഗുരു ഉപദേശം ആവശ്യമില്ല. പക്ഷേ ആർത്തവ സമയത്തോ പുലയും ബാലായ്മയും ഉള്ള സമയത്തോ ജപിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, നാളത്തെ ദിവസവും അതുകൂടാതെ ചൊവ്വ, വെള്ളി, അമാവാസി ദിവസങ്ങളിലൊക്കെ തന്നെ, പഞ്ചമി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ താരാദേവിയെ ഓം താരായൈ നമ എന്ന് 108 തവണ അല്ലെങ്കിൽ 1008 തവണ വെച്ച് ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനുള്ള ഒരു ഊർജം ഭഗവതി നമുക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് ഇങ്ങനെയൊരു ഭഗവതി ഭാരതത്തിലുണ്ട്, ഹിന്ദു മതസ്ഥർ ഇങ്ങനെയൊരു ഭഗവതിയെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
ശക്തിപീഠം, ബീഹാറിലെ മഹിഷി എന്ന ഗ്രാമത്തിൽ ദേവിക്ക് ശക്തിപീഠം ഉണ്ട്. എപ്പോഴെങ്കിലും ബീഹാറിൽ പോകുന്നുണ്ടെങ്കിൽ മഹിഷി എന്ന ഗ്രാമത്തിൽ പോയിട്ട് ഈ ഭഗവതിയുടെ ശക്തിപീഠ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വശിഷ്ഠ മഹർഷിയാണ് ഭഗവതിയെ ആദ്യമായി പ്രാർത്ഥിച്ചത് എന്നാണ് വിശ്വാസം. അതിൻ്റെ ഫലമായിട്ടാണ് വശിഷ്ഠ മഹർഷിക്ക് വളരെയധികം സിദ്ധികൾ ലഭിച്ചത് എന്നും വിശ്വസിക്കുന്നു. എല്ലാവർക്കും താരാദേവിയെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.